അതുകൊണ്ടാണ് ആ സിനിമയിൽ ആ ഡയലോഗ് പറയുന്നത്, സാധാരണക്കാരൻ്റെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഈ പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ വെച്ച് തീർത്തോണമെന്ന് പറയുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അവനൊരു സ്വപ്നമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അവന് കടന്നു പോകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഈ സോഷ്യൽ ഇൻജസ്റ്റിസാണ്. പൈസ ഇല്ലാത്തവർ. അപ്പോൾ ഇതിന് എന്താണൊരു പ്രതിവിധി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പലപ്പോഴും പലരും ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ പാസ്സായത്. 2016 അന്നത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു. ഒരു വലിയ വാർത്തയൊക്കെയായി. പ്രധാനമന്ത്രി ഇരിക്കുന്ന സ്റ്റേയിൽ അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയാണ്. കണ്ണിലെ കണ്ണുനീര് അദ്ദേഹം തൂവാല കൊണ്ട് തുടയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ അന്ന് വാർത്താ മാധ്യമങ്ങളിൽ വന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറഞ്ഞ ഒരു വർത്തമാനം എത്രയേ ഉള്ളൂ, സാർ, സുപ്രീം കോടതിയിൽ 83,000 കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഹൈക്കോടതിയിൽ കിടക്കുന്നത് 4.3, അതായത് 4.3 ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. കീഴ്ക്കോടതികളിൽ 4.6 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്, അല്ലെങ്കിൽ കേസുകൾ കൃത്യസമയം തീർക്കാൻ കഴിയാത്തത് മൂലം ഒരുപാട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നില്ല. അതിന് ഗവൺമെൻറ് കൃത്യമായ ഇടപെടൽ നടത്തണം. ഇല്ലെങ്കിൽ സാധാരണ മനുഷ്യർ, അല്ലെങ്കിൽ നീതി ആഗ്രഹിച്ച് കോടതിയിലേക്ക് പോകുന്ന മനുഷ്യർ ഈ സിസ്റ്റത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജുഡീഷ്യൽ സംവിധാനത്തെ ശപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്. ഞാനൊരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ.